മലയാള താരങ്ങളും താരസിനിമകളും. മലയാള സിനിമ പുത്തൻ ഉണർവിലേക്ക് വരികയാണ്. ചിത്രീകരണം പുരോഗമിക്കുന്നവയും റിലീസിന് തയ്യാറായവയും പ്രഖ്യാപിക്കപ്പെട്ടവയുമായ 50ഓളം വൻ സിനിമകളാണ് അണിയറയിൽ ഉള്ളത്. സൂപ്പർ താരങ്ങളും മികച്ച ടെക്നീഷ്യൻസും എഴുത്തുകാരുമൊക്കെ അണിനിരക്കുന്ന ഈ സിനിമകളെല്ലാം വൻ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു. ഓണച്ചിത്രങ്ങൾക്ക് പിന്നാലെ അടുത്ത മാസങ്ങളിൽ റിലീസ് പ്രതീക്ഷിക്കുന്നവയിൽ ആരാധകർ കാത്തിരിക്കുന്ന താരചിത്രങ്ങളാണ് കൂടുതൽ. ഇതോടൊപ്പം 10ഓളം സിനിമകളുടെ ഔദ്യോഗിക പ്രഖ്യാപനവും കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ മമ്മൂട്ടി, പൃഥ്വിരാജ്, നിവിൻ പോളി, ഫഹദ് ഫാസിൽ എന്നീ താരങ്ങളുടെ സിനിമകളുമുണ്ട്. കൂടാതെ മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, പൃഥ്വിരാജ്, ദുൽഖർ സൽമാൻ, നിവിൻ പോളി, ജയസൂര്യ, ഫഹദ് ഫാസിൽ, ജയറാം, ആസിഫ് അലി എന്നീ താരങ്ങളുടെ ചിത്രങ്ങളും റിലീസിനൊരുങ്ങിക്കഴിഞ്ഞു. തീർച്ചയായും മലയാളത്തിൽ താരചിത്രങ്ങളുടെ ഒരു മാമാങ്കം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മലയാള താരങ്ങളെയും പുത്തൻ താര സിനിമകളെയും നമുക്കൊന്ന് പരിചയപ്പെടാം. മമ്മൂട്ടി. മലയാളത്തിന്റെ മെഗാസ്റ്റാറും സീനിയർ ആക്ടറുമായ മമ്മൂട്ടി തമിഴിൽ റാം സംവിധാനം ചെയ്യുന്ന പേരൻപ് എന്ന സിനിമ പൂർത്തിയാക്കി. തുടർന്ന് നവാഗതനായ ഹനീഫ് അദേനി സംവിധാനം ചെയ്യുന്ന ദി ഗ്രേറ്റ് ഫാദർ എന്ന സിനിമയിൽ അഭിനയിച്ചു തുടങ്ങും മമ്മൂട്ടി. തൃശൂരാണ് ഈ സിനിമയുടെ പ്രധാന ലൊക്കേഷൻ. സ്നേഹയാണ് ഈ സിനിമയിലെ നായിക. കൂടാതെ തമിഴിലെ പ്രശസ്ത യുവതാരം ആര്യയും പ്രധാന വേഷത്തിൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ആഗസ്റ്റ് സിനിമയുടെ ബാനറിൽ പൃഥ്വിരാജ്, ഷാജി നടേശൻ, സന്തോഷ് ശിവൻ, ആര്യ എന്നിവർ ചേർന്നാണ് ഈ മമ്മൂട്ടി സിനിമ നിർമ്മിക്കുന്നത്. ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു. ഒരു അച്ഛന്റെയും മകളുടെയും സ്നേഹബന്ധത്തിന്റെ കഥ പറയുന്ന ഈ സിനിമയിൽ ഭാസ്കർ ദി റാസ്കൽ, എന്നെ അറിയുന്നാൽ എന്നീ സിനിമകളിലൂടെ ശ്രദ്ധേയയായ ബേബി അനഘയാണ് മമ്മൂട്ടിയുടെ മകളുടെ വേഷത്തിൽ അഭിനയിക്കുന്നത്. മമ്മൂട്ടിയുടെ കുടുംബനാഥൻ വേഷം തന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത. മമ്മൂട്ടിയുടെ ഓണച്ചിത്രമായി റിലീസ് തീരുമാനിച്ചിരുന്ന ജോണി ആന്റണി സംവിധാനം ചെയ്യുന്ന തോപ്പിൽ ജോപ്പന്റെ റിലീസ് നീട്ടി. ജിത്തു ജോസഫ് മമ്മൂട്ടിയെ നായകനാക്കി ഒരുക്കുന്ന ത്രില്ലറാണ് മമ്മൂട്ടിയുടെ മറ്റൊരു പുതിയ പ്രൊജക്ട്. കൂടാതെ AK സാജൻ എഴുതി സംവിധാനം ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ മാസ് മസാലയും മമ്മൂട്ടിയുടേതായുണ്ട്. ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങും. കൂടാതെ രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയും മമ്മൂട്ടിയുടേതായുണ്ട്. മോഹൻലാൽ. മെഗാസ്റ്റാർ മോഹൻലാൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ജിബു ജേക്കബ് സംവിധാനം ചെയ്യുന്ന സിനിമയിലാണ്. വെള്ളിമൂങ്ങയ്ക്ക് ശേഷം ജിബു ജേക്കബ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്ക് ഇതുവരെ പേരിട്ടിട്ടില്ല. മീനയാണ് ഈ സിനിമയിലെ നായിക. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോൾ നിർമ്മിക്കുന്ന ഈ മോഹൻലാൽ ചിത്രത്തിന് VJ ജെയിംസിന്റെ കഥയ്ക്ക് A സിന്ധുരാജ് തിരക്കഥ എഴുതുന്നു. മീനയുടെ ഡേറ്റ് ക്ലാഷ് ആയതാണ് രണ്ടാം ഷെഡ്യൂൾ വൈകാൻ കാരണം. ഇതിനുശേഷമുള്ള മോഹൻലാലിന്റെ പ്രൊജക്ടുകളിൽ ഒന്ന് രജപുത്രയ്ക്ക് വേണ്ടി M രഞ്ജിത്ത് നിർമ്മിച്ച് ഒരു വടക്കൻ സെൽഫിയുടെ സംവിധായകൻ G പ്രജിത്ത് സംവിധാനം ചെയ്യുന്ന ബെൻസ് വാസുവാണ്. ജനതാ ഗ്യാരേജ് എന്ന തെലുങ്ക് സിനിമയ്ക്ക് പിന്നാലെ മോഹൻലാൽ പ്രിയദർശൻ ടീമിന്റെ ഒപ്പം എന്ന സിനിമയും തിയേറ്ററുകളിൽ എത്തുകയാണ്. എന്നാൽ മോഹൻലാലിന്റെ കരിയറിലെ വൻ ഇനീഷ്യൽ പ്രതീക്ഷിക്കുന്ന ആക്ഷൻ മാസ് മൂവിയായ പുലിമുരുകന്റെ റിലീസ് ഡേറ്റ് തീരുമാനമായിട്ടില്ല.